രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നത് അരി കഴുകി കലത്തിലാക്കി അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സിലേക്കുള്ള കറികൾ ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറിയും പയറുമെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ മോരുകറിയും പയറുമെഴുക്കുവരട്ടിയും ഒന്നുകൂടെ ചൂടാക്കിയിട്ട് പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 4 സെറ്റ് പാത്രമുണ്ട്. വലുതും സൈസ് അനുസരിച്ച് വലുത് ചെറുതാണ്, അങ്ങനെ 99 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില. പിന്നെ ഈ കപ്പിൻ്റെ സെറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയപ്പോഴത്തേക്കും പോഹ കിട്ടി അവിടുന്ന്. നമ്മൾ മധ്യപ്രദേശിലായിരുന്നപ്പോഴത്തേക്കും മിക്ക ദിവസവും ഉണ്ടാകുന്ന ഒരു സ്നാക്സ് ആയിരുന്നു കേട്ടോ പോഹ. അപ്പോൾ നമ്മുടെ വെള്ള അവലാണ് കേട്ടോ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് കുതിർത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ കാപ്പി കുടിക്കുന്നുണ്ട്. കാപ്പിയൊക്കെ കുറച്ചെങ്കിലും ഇടയ്ക്ക് ഒരു ബൂസ്റ്റല്ല ബ്രൂ രാവിലെ തന്നെ ചിലപ്പോഴൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാപ്പി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാം. പിന്നെ ഞായറാഴ്ച വാങ്ങിയ കുറച്ച് ബീഫിൻ്റെ കരളിരിപ്പുണ്ടായിരുന്നു കേട്ടോ, ലിവർ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇത്രയും 3 എണ്ണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിക്കഴിയുമ്പം കഴുകി വെച്ചിരിക്കുന്ന ലിവറും കൂടെ ചേർത്ത് നല്ലപോലെയല്ല ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സവോളയുടെ കൂടെ വറ്റൽമുളകും കൂടെ ചേർക്കാൻ മറക്കരുത്. പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ച് കൂടിപ്പോയി. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, എങ്കിൽ നല്ല റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോഹ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി നമ്മുടെ നിലക്കടലയും കൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ വെള്ളം മാലാൻ വെച്ചിരുന്ന പോഹയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.